അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ബീഫ് കൊണ്ടുള്ള ഇറച്ചിച്ചോറാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ മുന്നിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ 2 സവാള, അതുപോലെ 2 തക്കാളി, പിന്നെ 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു വെളുത്തുള്ളി, ഇതാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ സവാള സ്ലൈസർ വെച്ചിട്ട് ഏറ്റവും നേരിയ രീതിയിൽ കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് തക്കാളിയാണ്. തക്കാളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. അടുത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ചതച്ചെടുത്താൽ മതി, നന്നായിട്ട് പേസ്റ്റ് ആണെന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികൾ എന്തൊക്കെ ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, അങ്ങനെ ഒരുപാട് മസാലകൾ മുന്നിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് അവിടെ നമ്മൾ കുക്കർ വെക്കുക. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 kg അല്ലെങ്കിൽ ഓയിൽ ഇതിലെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് പട്ട, അതുപോലെ ഗ്രാമ്പു, പിന്നെ ഏലക്ക, ഇങ്ങനെയുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ ഇനി അരിഞ്ഞ് വെച്ച സവാള, അതുപോലെ തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ചതച്ചത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നതിലേക്ക് നമുക്ക് അവിടെ വെക്കാം. അപ്പോൾ നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇങ്ങനെയുള്ള എല്ലാ മസാല പൊടികളും ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ വെള്ളം ചേർക്കാനാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതൊരു 4-5 വിസിൽ വരെ വേവിച്ചെടുക്കാം. 4-5 വിസിലായതിനു ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ വോയിസിൽ കേൾക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ കുക്കറിൻ്റെ വിസിൽ ലാസ്റ്റ് വിസിൽ അരിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 5 വിസിൽ വരെയൊക്കെ വേവിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തുറക്കാം. ഇപ്പോൾ ബീഫ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില മുറിച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു മസാല നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേണം നമുക്ക് അടുത്തത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് നേരിയരിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 3 ഗ്ലാസ് നേരിയരി നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മൾ വേറൊരു സ്റ്റവ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് കുക്കർ വെച്ച് ആ ഒരു കുക്കർ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 kg വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 kg ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ സ്പൈസസ് ഉണ്ട്, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, അങ്ങനെയുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. സ്പൈസൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു നേരിട്ട് കൊടുക്കും. നേരിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. അതായത് 3 ഗ്ലാസ് നേരിയരിക്ക് ഇവിടെ 4.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെയ്ച്ചോറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാല ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 2 സ്പൂൺ RKG കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. വളരെ ഈസിയാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട്